ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, പ്രൈസ് ദി ലോർഡ്. സമർപ്പിത ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. ഈ ടോക്ക് കേൾക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റർമാരെയും ഫോർമേഷനുള്ള എല്ലാവരും പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അഭിഷേക് സിസ്റ്റേഴ്സ് അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കാണുന്നത് നല്ലതാണ് കേട്ടോ അവരുടെ യൂട്യൂബ് ചാനലിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു സാക്ഷ്യം വായിക്കാം. പിന്നെ ഈ മാസത്തെ ബ്ലെസ്സിങ് നാളെ തരാം കേട്ടോ. ആ മാസത്തിൻ്റെ ബ്ലെസ്സിങ് അല്ല, ബർത്ത്ഡേ ഫീസ്റ്റൊക്കെ ഉള്ള മറന്നിട്ടില്ല. ഇന്നൊരു സാക്ഷ്യം വായിക്കാം. പിന്നെ എന്തൊരു കാര്യം അറിയിക്കാനായിട്ടുണ്ടല്ലോ. അതിതാണ്, നമുക്ക് നാളെ ശനിയാഴ്ചയാണല്ലോ, പിന്നത്തെ 2ാം ശനിയാഴ്ച. അപ്പോൾ ഫെബ്രുവരി മാസം 2ാം ശനിയാഴ്ച നമുക്ക് നമ്മുടെ കുറവലങ്ങാട് PDM സെൻറ്ററിൽ വെച്ച് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയുണ്ട്. അപ്പോൾ യുവജനങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്. നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യണം. 100 പേർക്ക് സീറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരത്തെ പിന്നെ നേരത്തെ വന്നവർക്ക് വേണ്ടിയിട്ട് പിന്നത്തെ ആഴ്ച വെച്ചിട്ടുണ്ട്, 17-ാം തീയതി മറ്റേ ഓർമ്മ. അപ്പോൾ അതിന് നേരത്തെ വന്നവർക്ക് അതിൻ്റെ മെസ്സേജ് വരുമ്പോൾ അതിൽ വന്നാൽ മതി. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഇതുവരെ PDM കുറവലങ്ങാട് PDM സെൻറ്ററിൽ വരാത്ത യുവജനങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ. അല്ലേ, ആൺകുട്ടികൾ 50, പെൺകുട്ടികൾ 50. പ്രൈസല്ലോ. ബുക്ക് ചെയ്യണേ. സാക്ഷ്യം വായിക്കാം. സ്നേഹബഹുമാനപ്പെട്ട ബിനോയ് ചാച്ചൻ്റെ ഷോർട്ട് വീഡിയോ 2020 മുതലാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. അട്ടപ്പാടിയിൽ അഗളിയിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. അന്നയെന്നാണ് എൻ്റെ പേര്. ആദ്യമൊക്കെ നിയോഗമൊന്നുമില്ലാതെ ചുമ്മാ കണ്ടിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അച്ഛന് പറഞ്ഞ് എന്ത് ചെയ്യുമ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അതിനുശേഷം ഞാൻ നിയോഗം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കാം, നിയോഗം വെച്ച് വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈശോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നൽകി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഞാനിവിടെ പറയുന്നു. ഒന്ന്, എൻ്റെ ATM കാർഡ് വീട്ടിൽ തന്നെ നഷ്ടപ്പെട്ടു. ഒരുപാട് തിരഞ്ഞെടുത്ത് കിട്ടിയില്ല. 2-3 മാസമായിട്ട് കണ്ടു കിട്ടിയില്ല. ആ പുതിയ കാർഡ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ATM കാർഡ് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയ ഒരു കത്ത് അച്ഛൻ വായിച്ചു. അത് സാക്ഷ്യം വായിച്ചില്ലേ, കറക്റ്റാണ്. നോക്കി നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ. അത് കേട്ട് ഞാനും പ്രാർത്ഥിച്ചു, എൻ്റെയും കിട്ടണമേ എന്ന്. അതിൻ്റെ അടുത്ത നാളിൽ തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ആ തിരഞ്ഞത് ഒരുപാട് അവിടെ വെച്ച് തന്നെ വീണ്ടും കിട്ടി. നോക്കുക സഹോദരങ്ങൾ, അതാണ് ദൈവത്തിൻ്റെ ശക്തി. നോക്കിയേ. അപ്പോൾ ആ സാക്ഷ്യം വായിച്ച് ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും. രണ്ടാമത്തെ, ഞാനൊരു നഴ്സറി സ്കൂൾ നടത്തി വരികയാണ്. സ്വന്തമായൊരു കെട്ടിടമില്ലാതെ വളരെ ബുദ്ധിമുട്ടി. ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ആശീർവാദം സ്വീകരിച്ചു. അതിന് ഫലമായി പിന്നെ സ്ഥലം വാങ്ങുന്നതിനും അതിൽ തന്നെ ഒരു കെട്ടിടം പണിയുന്നതിനും ഈശോ ഇടയാക്കി. അങ്ങനെ എല്ലാം ക്രമീകരിച്ചത് വിശദമായിട്ട് എഴുതിക്കുക. ജൂണിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. മൂന്നാമത്തെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അക്രൈസ്തവ ഒരു സഹോദരി അസുഖം ബാധിച്ച് ആശുപത്രിയിലായി. പരിശോധിച്ച് നോക്കിയപ്പോൾ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, കോവിഡ്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഇത് 3 ഉണ്ടായിരുന്നു. നല്ല സീരിയസ് ആയിരുന്നു. ആ സഹോദരി ആശുപത്രിയിൽ കിടന്നുകൊണ്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാണ്, അക്രൈസ്തവ സഹോദരിയാണ്, ഞാൻ മരിക്കുമെന്നാണ് തോന്നുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ വീഡിയോ കണ്ട് പ്രാർത്ഥിച്ചു. കൂടാതെ 1226-ാമത്തെ വീഡിയോ ഞാൻ അയച്ചു കൊടുത്ത് ഇത് 7 പ്രാവശ്യം കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സഹോദരി അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം മുതൽ അസുഖത്തിന് കുറവുണ്ടാകാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈശോ സൗഖ്യം നൽകിയ ദൈവം അനുഗ്രഹിച്ചു. 4-ാമത്തേത്, എനിക്ക് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഈ പ്രാർത്ഥന വഴി ലഭിച്ചു. അച്ഛൻ പറഞ്ഞ ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് മുതൽ എത്ര വലിയ കാര്യം ചെയ്താലും എനിക്ക് സാധാരണ ടെൻഷൻ വരാറുണ്ടായിരുന്നു. ഈ വചനം പറഞ്ഞങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടി ആ ടെൻഷൻ തന്നെ ജീവിതത്തിൽ മാറി. നോക്കിയേ, വചനം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം കൊടുക്കുന്നത്. നോക്കിയേ, വെളുപ്പിന് എഴുന്നേക്കും. ഒരു വചനം പറഞ്ഞു, ആദ്യം വെളുപ്പിന് എഴുന്നേക്കും കൃപ കിട്ടും. അങ്ങനത്തെ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കാണും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കാര്യം മറന്നുമില്ലേ? സാക്ഷ്യം വായിച്ചു കഴിയുമ്പോഴാണ് നിങ്ങളുടെ കാര്യം ഓർക്കുന്നത്. കുഞ്ഞുങ്ങൾ ഓടി വരണം കേട്ടോ. പറഞ്ഞേ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കൈയടിച്ച് കടത്താനും മാറ്റപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എനിക്കിഷ്ടപ്പെട്ട വചന, ഒരു വിഷമവും വെറുതെ കളയരുത്. നിങ്ങൾ വിഷമിക്കണം, പക്ഷേ അത് വെറുതെ കളയരുത്. പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തി 2:10 വചനം. അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ ആ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം സഹിക്കുന്നു. പൗലോസ് പറയുക, അതായത് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് പറയട്ടെ. ഞാനിതൊന്നും വെറുതെ കളയുന്നില്ല. എനിക്ക് ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതെല്ലാം നല്ല രീതിയിൽ പൗലോസ് എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് നിങ്ങൾക്ക് പല സെൻസിൽ അത് വ്യാഖ്യാനിക്കാം. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലേ? ഈശോയിലെ അറിഞ്ഞവർ, ക്രൈസ്തവർ ആയവർ, അതാണ് വിശുദ്ധർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇനി നമുക്ക് വേറെ തരത്തിലെടുക്കാം. അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വൈദികരെ, സമർപ്പിതർ അല്ലേ? അങ്ങനെ ഓരോരുത്തർ നമ്മൾ ഓർക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവര് യേശു ക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടണം.
മനസ്സിലാവുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം സഹിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് ഈ സഹനം എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളയരുത്, വിഷമിക്കുന്നത് വെറുതെ കളയരുത്. അതൊരു നിയോഗം. ജിബി ചേച്ചി പറഞ്ഞ പോലെ നിയോഗം വെച്ച് എൻ്റെ കർത്താവേ സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്, എൻ്റെ ഈ വിഷമം ഞാൻ നിയോഗം വെച്ച് കാണിച്ചു. നമുക്കൊരു സന്തോഷമില്ലേ? വെറുതെ ആയില്ലല്ലോ, ഒരു ഉപയോഗത്തിലായില്ലേ അത്? ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കി എൻ്റെ സഹോദരങ്ങളെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളെല്ലാം അങ്ങനെ കാണിച്ച് ഒരുപാട് മനുഷ്യരെ രക്ഷയിലേക്ക് വരും, ഒരുപാട് പേര് ഈശോയിലേക്ക് വരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഈ വിഷമങ്ങൾ സഹനങ്ങളൊക്കെ നിയോഗം വെച്ച് കാഴ്ചവെച്ച് നന്നായി എടുത്തത് വഴി രക്ഷ പ്രാപിച്ച് ഒരുപാട് ആത്മാക്കളെ അവിടെ വെച്ച് കണ്ടുമുട്ടാൻ വേണ്ടി പറ്റും. ഈ വചനം നിങ്ങൾ 2 തിമോത്തി 2:10 ഓർത്തിരിക്കാൻ വളരെ എളുപ്പം. ഒന്ന് കാണാതെ അങ്ങ് പഠിച്ചു കേട്ടോ. ഹല്ലേലൂയ. ഇത് മറക്കരുത് കേട്ടോ. നമുക്ക് തന്നെ ഭയങ്കര ഇപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഓക്കെ പെട്ടെന്ന് ദൈവമേ ഇത് ഇന്ന കാര്യത്തിന് വേണ്ടി കാഴ്ചവെക്കണം, ഇന്നവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന കർത്താവ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലേ, സഭയിൽ നിന്ന് അകന്നു പോകുന്നവർ, പാപത്തിലേക്ക് പോകുന്നവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കാഴ്ചവെക്കും. അതിനകത്ത് കാര്യമുണ്ട് എൻ്റെ സഹോദരങ്ങൾ. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ആരാധിക്കുന്ന സ്തുതിക്കും, ഉച്ചത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, പരിശുദ്ധാത്മാവ് ഇപ്പോൾ സമൂഹത്തെ ആശീർവദിക്കുമ്പോൾ കർത്താവെ ഈ വചനം ജീവിക്കാനുള്ള കൃപ ഇവർക്ക് ലഭിക്കട്ടെ, ഈ വചനം ജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഓരോ വിഷമങ്ങളെ പറ്റി വചനം ഓർമ്മയിൽ വരട്ടെ കർത്താവ്. ഓ ദൈവമേ, പ്രത്യേകിച്ച് കർത്താവെ ആ ടോക്കിൽ കേട്ട ഒരു അമ്മച്ചി പറഞ്ഞ പല സാക്ഷ്യങ്ങൾ, ആ കൃപകളെല്ലാം ഈ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കട്ടെ കർത്താവ്. ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ കർത്താവെ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് നാളുകളായിട്ട് ചില കാര്യങ്ങൾ, സ്ഥലം അല്ലെങ്കിൽ വീട് പണി ആഗ്രഹിച്ച് നടക്കുന്നില്ല, തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ മാറട്ടെ കർത്താവ്. ഓ ദൈവമേ, ഏതെങ്കിലും മറ്റേ രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ടെൻഷൻ ഇങ്ങനത്തെ ഓരോ മേഖലയുള്ളവർക്ക് ആശീർവാദ സമ്മതി ഈശോയുടെ നാമത്തിൽ ശക്തിയാൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ ഓരോരുത്തരെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.